1990s ബിഗിനിങ്ങിലാണ് ഗ്ലോബലൈസേഷൻ ഉണ്ടാവും. ഈ ഗ്ലോബലൈസേഷൻ ഉണ്ടാവുന്നതിന് മുമ്പ് ഉള്ള മാധ്യമ പ്രവർത്തനവും അതിനുശേഷം ഉള്ള മാധ്യമ പ്രവർത്തനവും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഇതിന് മുമ്പുള്ള മാധ്യമ പ്രവർത്തനത്തിൽ ഈ പറഞ്ഞ പോലെ ഐഡിയോളജി ഒരു വലിയ പാർട്ട് വഹിച്ചു. അതായത് മാധ്യമം ഐഡിയൽ ജേർണലിസം എന്ന് പറയുന്നത് ഐഡിയലിസ്റ്റുകളായ ജേർണലിസ്റ്റുകളും ഒരുപാട് ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അന്ന് വളരെ കുറച്ച് മാധ്യമങ്ങളെ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സും FDI ഇങ്ങോട്ട് വരാൻ തുടങ്ങിയതിനു ശേഷം പ്രൈവറ്റ് ടെലിവിഷൻ ചാനൽസും അങ്ങനെയുള്ള ഒരുപാട് ഇപ്പം യൂട്യൂബും ബാക്കി എല്ലാ വഴിയിലും ഇങ്ങനെ ചെറുതെറിച്ച് കിടക്കുന്ന ഒരു സാധനമാണ് മാധ്യമ രംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് ഇൻഫ്ലുവൻസസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന് ഫണ്ടിങ്, അതിന് പൊളിറ്റിക്കൽ ഫണ്ടിങ് ഉള്ള ചാനൽസ് ഉണ്ട്, അല്ലാത്ത ചാനൽസും ഉണ്ട്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ ഈ ക്ലിക്ക് ബെയ്റ്റ് ജേർണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലും അജണ്ടാസ് ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്യും. ഹൂ ഈസ് ആക്ച്വലി ഫണ്ടിങ് യു മേക്സ് ഓൾ ദ ഡിഫറൻസ്. ഹൂ ഈസ് ഫണ്ടിങ് യു ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരു ചാനലിന്റെ ഒരു 24 hours നമ്മളിപ്പോൾ ഒരു ചാനൽ കാണുകയാണെങ്കിൽ ആ ചാനലിന്റെ ബേസിക് അജണ്ട എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ആരുടെ കൂടെയാണ്, അത് ഏതൊക്കെ സത്യങ്ങളെ ഏതൊക്കെ ആംഗിളുകളിൽ നിന്ന് മാത്രമാണ് കാണുകയും പറഞ്ഞു തരികയും ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫണ്ടിങ് എന്ന് പറയുന്ന ഈ ബേസ് ഉണ്ടായത് ഗ്ലോബലൈസേഷന് ശേഷമാണ്. പിന്നെ മാത്രമല്ല ബ്രേക്ക് നെക്ക് കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മൾ അസാമാന്യമായ മാർഗങ്ങളിലൂടെ ആ മാർഗങ്ങളിലേക്ക് തിരിയും. ഇതിനെ നിലനിർത്തി പോകാനും ഇതിൻ്റെ ഒരു മണി ഫ്ലോ എൻഷുർ ചെയ്യാനും വേണ്ടി. അപ്പോൾ അങ്ങനെ പല 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 ഇൻഫ്ലുവൻസസിൽ വരാനുള്ള സാധ്യത മാധ്യമരംഗത്ത് വലുതായിട്ടുണ്ട്. അത് വളരെ വലിയ രീതിയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു മാധ്യമത്തിൽ പോലും, ഒരു പ്രിന്റ് മീഡിയ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ ആണെങ്കിൽ പോലും വളരെ എന്താണ് ഓതന്റിസിറ്റി ഉണ്ടെന്ന് പറയപ്പെടുന്ന ബ്രാൻഡ്സ് പോലും അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതി കണ്ടാൽ നമ്മളൊരു 24 hours ഒരു വായിച്ചിട്ട് അല്ലെങ്കിൽ കവർ ടു കവർ ഒരു ന്യൂസ് പേപ്പർ വായിച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടും.